എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് ഒരു പടവലങ്ങയും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി പരിപ്പിട്ട് തേങ്ങ അരച്ചൊരു കൂട്ടാനാണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള കൂട്ടാനാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം. എല്ലാവർക്കും ദേവികൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. അപ്പം ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പടവലങ്ങയും മാങ്ങയും മുരിങ്ങാക്കോലും കൂടി തേങ്ങ അരച്ചൊരു കൂട്ടാനാണ് കേട്ടോ. വളരെ പെട്ടെന്ന് ഉണ്ടാക്കാം, എന്നാൽ ഭയങ്കര ടേസ്റ്റിയാണ്. അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് കിടക്കാം. ഞാൻ അതിനായിട്ട് ഗ്യാസ് കത്തിച്ചിട്ട് ഒരു കടായി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതിനാവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് മാങ്ങ, 2 നല്ല പുളിയുള്ള നല്ല മാങ്ങയാണ്. ഇപ്പം പറിച്ചേ ഉള്ളൂ കേട്ടോ പറമ്പിൽ നിന്ന്. അത് നല്ല പുളിയുള്ള 2 പീസ് എടുത്തിട്ടുള്ളൂ ഞാൻ. അത് ഞാൻ നിങ്ങളെ കാണിച്ചു തരികയാണ്. പിന്നെ ഞാൻ വെച്ചേക്കുന്നത് പടവലങ്ങ ഇങ്ങനെയുള്ള പീസായിട്ട് ഒരു എന്താ പറയുക, ഒരു മീഡിയം സൈസ് പടവലങ്ങ അത് ഇത്രയും ഉള്ള പീസായിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ മുരിങ്ങാക്കോല് ചെറുതായിട്ട് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഒരു 5-6 നമ്മുടെ ചെറിയ ഉള്ളി ഇട്ടിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് ഞാനിത് ഇതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് ഞാൻ അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. കുറച്ച് വെള്ളമേ ആവശ്യമുള്ളൂ. അപ്പോൾ ഞാൻ ആ മാങ്ങ മാത്രം അതിൽ നിങ്ങളെ കാണിക്കാൻ വേണ്ടി എത്ര എടുത്തു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ മാങ്ങ പീസായിട്ട് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതെ, അപ്പോൾ അത് കാണിക്കുകയാണ് കേട്ടോ. അത് ചെറുതായിട്ട് ഒന്ന് നമുക്ക് കട്ട് ചെയ്തിടാം. തൊലി കളഞ്ഞിട്ടില്ല, തൊലിയോട് കൂടിയാട്ടോ ഇടുന്നത്. ഇങ്ങനത്തെ ഒരു 2-3 പീസായിട്ട് ഞാനത് കട്ട് ചെയ്തിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അതുപോലെ 2 പീസ് എടുത്തിട്ടുള്ളൂ. കണ്ടില്ലേ, ഇതുപോലത്തെ 2 പീസ്. അപ്പം അതും കൂടി അതിലേക്ക് ഇടുകയാണ്. എന്നിട്ട് നമുക്ക്, കാരണം മാങ്ങയ്ക്ക് നല്ല പുളിയുള്ളതുകൊണ്ടാണ് ഞാൻ, നിങ്ങൾ കാണുന്നില്ലേ, ഞാൻ കട്ട് ചെയ്തിടുന്നുണ്ട്. മാങ്ങയ്ക്ക് നല്ല അസൽ പുളിയുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഒരു പീസ് കഴിച്ചു നോക്കി. ഏത് മാങ്ങയാണെന്ന് എനിക്കറിയില്ല. വീട്ടിലുണ്ടായ മാങ്ങയാണ്, ഇവിടെ പറമ്പിലുണ്ടായതാണ്. അപ്പോൾ അത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ. എന്നിട്ട് ഞാനിത് ചെയ്യുന്നത് കുറച്ച് ഉപ്പിടുകയാണ് കേട്ടോ. കുറച്ച് ഉപ്പെടുക്കട്ടെ. കുറച്ച് ഉപ്പിട്ട് ഇതിലേക്ക് ഇടുന്നുണ്ട്. കണ്ടില്ലേ, കുറച്ച് ഉപ്പിട്ടു ഇതിന്. എന്നിട്ട് അടുത്തത് ഞാൻ ചെയ്യുന്നത്, നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഉപ്പിട്ട ശേഷം മിക്സ് ചെയ്യാം. കണ്ടില്ലേ. എന്നിട്ട് ഞാൻ ചെയ്യുന്നത് അടുത്തതായിട്ട് ഞാൻ ഇതൊരു ലിഡ് വെച്ച് അടയ്ക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് കുക്കാവട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അതിനിടയിൽ നിങ്ങളെ വേറൊരു കാര്യം കാണിക്കാം. ഞാനിവിടെ 1 കപ്പ് തേങ്ങയും ഒരു 4-5 പച്ചമുളകും കുറച്ച് ജീരകവും എടുത്ത് നന്നായിട്ട് അരയ്ക്കണം. അത് അരച്ചിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിനിടയിലാണ് ഞാനിത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഓൾറെഡി ഇത് നമ്മൾ കുക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് കുക്കാവട്ടെ. കണ്ടില്ലേ, ഇത് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. എന്നിട്ട് വീണ്ടും അടച്ചു വെക്കും. അപ്പം അധികം കുക്കിംഗ് ടൈം ആവില്ല, പെട്ടെന്നാവും. ഓക്കെ. അപ്പം നമുക്ക് ഒന്ന് നോക്കാം. എല്ലാം ആയിട്ടോ. കണ്ടില്ലേ, മാങ്ങ എല്ലാം തൊട്ട് നോക്കുമ്പോൾ കട്ടായി പോകുന്നുണ്ട് കേട്ടോ. മാങ്ങയ്ക്കായിരുന്നു കുറച്ച്, പടവലങ്ങയൊക്കെ പെട്ടെന്ന് കുക്കാവും. അപ്പോൾ എല്ലാം ആയിട്ടുണ്ട്. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, ഞാൻ പറഞ്ഞില്ലേ, ഇത് പരിപ്പിട്ട് തേങ്ങ അരച്ച് വെക്കുന്ന കൂട്ടാനാണ്. അപ്പം ഞാൻ ഓൾറെഡി ഇവിടെ സാമ്പാറിന് വേണ്ടി കുക്കറിൽ പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അതിൽ നിന്ന് ഒരു തൈ കുഴുതലിന് ഒരു 1.5 കുഴുതൽ പരിപ്പ് ഇതിലേക്ക് എടുത്തിട്ടു കേട്ടോ. സാമ്പാറിന് കുക്ക് ചെയ്ത് വെച്ചേക്കുന്നതാണ്. സാമ്പാർ ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ വേണ്ടി കുക്ക് ചെയ്ത് വെച്ചത്. പരിപ്പിട്ടു. അതിനുശേഷം അപ്പോൾ പരിപ്പ് ഒരുപാട് അധികം ഇടണ്ട, കാരണം ഇത് തേങ്ങരച്ച് വെച്ചേക്കണ കൂട്ടാനല്ലേ. അപ്പം പരിപ്പിട്ട് തേങ്ങരച്ച് വെക്കണ കൂട്ടാനാണ്. അതിനുശേഷം ഞാനിവിടെ തേങ്ങ അരച്ചതും കൂടി ഇതിലേക്ക് മിക്സ് ചെയ്തു കേട്ടോ. ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ടുള്ളൊരു കൂട്ടാനാണ്. പക്ഷേ അത് ആ മുരിങ്ങാക്കോലും ആ മാങ്ങയുടെയും എല്ലാത്തിൻ്റെയും ആ ഒരു ടേസ്റ്റും ഉണ്ട്. മാങ്ങയും മുരിങ്ങാക്കോലും എല്ലാം കൂടി മിക്സായിട്ട് വന്നിട്ടുള്ള ആ ടേസ്റ്റും ഉണ്ട്. ഇത് വളരെ കുറച്ചും കൂടി വെള്ളം ഒഴിച്ചു കേട്ടോ. ഒഴിച്ചു കൂട്ടാനാണ്. അപ്പോൾ കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള. ഓൾറെഡി ഞാൻ ഇതിൽ മഞ്ഞപ്പൊടി ഇട്ടിട്ടുണ്ടായിരുന്നില്ല, കാരണം ഞാൻ പരിപ്പിൽ മഞ്ഞപ്പൊടി ഇട്ടിരുന്നു. അപ്പം ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടും കൂടി ഇടാം കേട്ടോ. അതിൽ പരിപ്പ് വേവിക്കുമ്പോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇടുക. എന്നിട്ട് ഞാനൊന്ന് നോക്കട്ടെ. കണ്ടില്ലേ, നല്ല അടിപൊളിയായിട്ടുള്ള കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. നമ്മൾ പടവലങ്ങ ഇഷ്ടമില്ലാത്തവർക്കൊക്കെ പടവലങ്ങ ഇങ്ങനെ കഴിക്കുകയാണെങ്കിൽ ഇഷ്ടാവും. ഞാൻ അതുപോലെ തന്നെ പടവലങ്ങ തോരനും ഉണ്ടാക്കി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു.
അപ്പം അതും നിങ്ങൾ ട്രൈ ചെയ്യുക കേട്ടോ. അപ്പം ഇത് നമുക്കൊന്ന് തിളയ്ക്കണ വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഓക്കെ. അപ്പം ഇതാ കറി തിളച്ചു. അപ്പം ഞാൻ പിന്നെ നിങ്ങളെ കാണിക്കാം കേട്ടോ. കണ്ടില്ലേ, കറി തിളച്ചു. അപ്പോൾ കറി തിളച്ചു. ഞാനിവിടെ കുറച്ച് കണ്ടില്ലേ, കുറച്ച് കരിവേപ്പില, കടുക്, മുളക്, കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഒന്ന് കടുക് പൊട്ടിച്ചതിൻ്റെ കൂടെ കുറച്ച് മുളക് പൊടിയും കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഇടുകയാണ് കേട്ടോ. കടുക് വറുത്തതാണേ. അപ്പം അത് കുറച്ച് മുളക് പൊടി, അതെന്താണെന്ന് വെച്ചാൽ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട്, ആ ഒരു മഞ്ഞയും ഒരു മുളക് പൊടിയും കൂടി ചേർക്കുമ്പോൾ കണ്ട ഒരു ഓറഞ്ച് കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചെയ്തത് കേട്ടോ. അപ്പോൾ അതൊരു ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് എത്ര പെട്ടെന്ന് ഉണ്ടാക്കി നോക്കി, 10 മിനിറ്റിനുള്ളിൽ നമ്മളൊരു കറി ഉണ്ടാക്കി. ഭയങ്കര ടേസ്റ്റിയാണ്. ലഞ്ചിന് വളരെ സ്വാദുള്ളൊരു കറിയാണ്. അപ്പോൾ ഇതിപ്പോൾ എല്ലാം ഓക്കെയാണ്. കുറച്ച് വേണമെങ്കിൽ ഒരിത്തിരി ഉപ്പ് കൂടി ഇടാം. അപ്പം അതും കൂടി ഞാനൊന്ന് ഇട്ടിട്ട് ഇത്രയും കൂടി ഉപ്പിടുന്നുള്ളൂ കേട്ടോ. അപ്പോൾ കറക്റ്റായി എല്ലാം പ്രപ്പോർഷനുള്ള ഒരു കറിയാണിത് കേട്ടോ. അപ്പോൾ എല്ലാവരും എൻ്റെ ഈ റെസിപ്പി കാണണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അടുത്തൊരു റെസിപ്പി ആയി വരുന്നവരെ ബായ്.